ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വർദ്ധിക്കുന്നതിനിടെ പാകിസ്ഥാനിൽ അതിശക്തമായ ആക്രമണമാണ് ബലൂച്ച് ലിബറേഷൻ ആർമി നടത്തിയത്. ബലൂച്ച് എഴുത്തുകാരൻ മിർ യാർ ബലൂച്ച് ബലൂചിസ്ഥാൻ ഇനി പാകിസ്ഥാൻ്റെ ഭാഗമല്ലെന്നും സ്വതന്ത്ര രാഷ്ട്രമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. മാത്രമല്ല, ഡൽഹിയിൽ ബലൂചിസ്ഥാൻ എംബസി തുറക്കാൻ അനുവദിക്കണമെന്ന് അദ്ദേഹം ഇന്ത്യയോട് ആവശ്യപ്പെടുകയും ചെയ്തു. ബലൂച്ച് ജനതയ്ക്ക് വേണ്ടി വാദിക്കുന്ന, അവരുടെ അവകാശത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പോരാടുന്ന എഴുത്തുകാരനാണ് മിർ യാർ ബലൂച്ച്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലാണ് മിർ യാർ ബലൂച്ച് പാകിസ്ഥാൻ്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്. ബലൂചിസ്ഥാനിലേക്ക് സമാധാന സേനയെ അയക്കണമെന്നും അദ്ദേഹം UN-നോട് അഭ്യർത്ഥിച്ചു. മാത്രമല്ല, മേഖലയിൽ നിന്ന് പാകിസ്ഥാൻ സൈന്യം ഒഴിഞ്ഞു പോകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ശക്തമായ പോരാട്ടം നടക്കുമ്പോഴായിരുന്നു മിർ യാർ ബലൂച്ച് ഈ പ്രസ്താവന നടത്തിയത്. 100-ലധികം വാതക കിണറുകൾ സ്ഥിതി ചെയ്യുന്ന ദേരാ ബുക്തിയിൽ പാകിസ്ഥാൻ്റെ വാതക പാടങ്ങൾ ബലൂച്ച് സ്വാതന്ത്ര്യ സമര സേനാനികൾ ആക്രമിച്ചതായി മിർ യാർ ബലൂച്ച് അവകാശപ്പെട്ടു. എക്സിൽ പങ്കുവച്ച പോസ്റ്റുകളിലൊന്നിൽ അദ്ദേഹം എഴുതി, ഭീകരവാദികളായ പാകിസ്ഥാൻ്റെ തകർച്ച അടുത്തിരിക്കുന്നു. അതിനാൽ ഒരു പ്രഖ്യാപനം ഉടൻ നടത്തേണ്ടിയിരിക്കുന്നു. ഞങ്ങൾ ഞങ്ങളുടെ സ്വാതന്ത്ര്യം അവകാശപ്പെടുന്നു. ഡൽഹിയിൽ ബലൂചിസ്ഥാൻ്റെ ഔദ്യോഗിക ഓഫീസും എംബസിയും അനുവദിക്കണമെന്ന് ഞങ്ങൾ ഇന്ത്യയോട് അഭ്യർത്ഥിക്കുന്നു. ഇങ്ങനെയാണ് മിർ യാർ ബലൂച്ച് എക്സിൽ കുറിച്ചത്. അദ്ദേഹം അന്താരാഷ്ട്ര പിന്തുണയും അഭ്യർത്ഥിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ്റെ സ്വാതന്ത്ര്യം അംഗീകരിക്കാനും പിന്തുണയ്ക്കാനുമായി എല്ലാ UN അംഗങ്ങളുടെയും ഒരു യോഗം വിളിക്കാനും അദ്ദേഹം ഐക്യരാഷ്ട്രസഭയോട് അഭ്യർത്ഥിച്ചു. മിർ യാർ ബലൂച്ച് കുറിച്ചു, കറൻസിക്കും പാസ്പോർട്ട് അച്ചടിക്കുന്നതിനും വേണ്ട ഫണ്ട് അനുവദിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ബലൂചിസ്ഥാനിലേക്ക് സമാധാന സേനാംഗങ്ങളെ ഉടൻ അയക്കണമെന്നും ബലൂച്ച് ഐക്യരാഷ്ട്രസഭയോട് അഭ്യർത്ഥിച്ചു. ബലൂചിസ്ഥാനിലേക്ക് സമാധാന സേനയെ ഉടൻ അയക്കണം. പാകിസ്ഥാൻ അധിനിവേശ സൈന്യത്തോട് ബലൂചിസ്ഥാനിലെ പ്രദേശങ്ങൾ, വ്യോമാതിർത്തി, കടൽ എന്നിവ വിട്ടുപോകാനും ബലൂചിസ്ഥാനിലെ എല്ലാ ആയുധങ്ങളും സ്വത്തുക്കളും ഉപേക്ഷിക്കാനും ആവശ്യപ്പെടണമെന്നും ഐക്യരാഷ്ട്രസഭയോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു. സൈന്യം, അതിർത്തി സേന, പോലീസ്, സൈനിക ഇൻ്റലിജൻസ്, ISI, സിവിൽ ഭരണകൂടം എന്നിവയിലെ എല്ലാ ബലൂചിസ്ഥാൻ ഇതര ഉദ്യോഗസ്ഥരും ഉടൻ ബലൂചിസ്ഥാൻ വിടണം, അദ്ദേഹം പറഞ്ഞു. ബലൂചിസ്ഥാൻ്റെ നിയന്ത്രണം ഉടൻ തന്നെ സ്വതന്ത്ര ബലൂചിസ്ഥാൻ സംസ്ഥാനത്തെ പുതിയ സർക്കാരിന് കൈമാറും. ഒരു താൽക്കാലിക ഇടക്കാല സർക്കാർ ഉടൻ പ്രഖ്യാപിക്കും. മന്ത്രിസഭയിൽ ബലൂച്ച് സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉണ്ടാകുമെന്നും മിർ യാർ ബലൂച്ച് വ്യക്തമാക്കി. ബലൂചിസ്ഥാനിലെ സ്വതന്ത്ര സർക്കാരിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങ് ഉടൻ നടക്കും. നമ്മുടെ സൗഹൃദ രാഷ്ട്രങ്ങളിലെ രാഷ്ട്രത്തലവന്മാരെ ദേശീയ പരേഡിന് സാക്ഷ്യം വഹിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കാനും ഞങ്ങൾ ക്ഷണിക്കുന്നു, അദ്ദേഹം കൂട്ടിച്ചേർത്തു. പതിറ്റാണ്ടുകളായി വലിയ അടിച്ചമർത്തലാണ് ബലൂച്ച് ജനത നേരിടുന്നത്. കൂട്ട തിരോധാനങ്ങൾ, പീഡനക്കേസുകൾ, 100 കണക്കിന് ബലൂച്ച് സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത കേസുകൾ എന്നിവയ്ക്ക് ശേഷമാണ് ബലൂച്ച് ജനത പാകിസ്ഥാനെതിരെ പോരാട്ടം തുടങ്ങിയത്. ഈ അതിക്രമങ്ങളെ ഭീകരതയ്ക്ക് എതിരെയുള്ള പോരാട്ടം എന്ന് വിളിച്ചാണ് പാകിസ്ഥാൻ സൈന്യം ന്യായീകരിക്കുന്നത്. ബലൂചിസ്ഥാൻ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയാണ്. പാകിസ്ഥാൻ്റെ 40% വ്യാപിച്ചു കിടക്കുന്ന പ്രദേശമാണ് ബലൂചിസ്ഥാൻ. ധാതുക്കളാൽ സമ്പന്നമാണ് ബലൂചിസ്ഥാൻ. എന്നാൽ ബലൂചിസ്ഥാൻ്റെ സമ്പത്ത് ബലൂച്ച് ജനതയ്ക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല, ഈ സമ്പത്ത് ബലൂച്ച് ജനതയ്ക്ക് ഒരു ശാപമായി മാറുകയും ചെയ്യുന്നു. പാകിസ്ഥാനിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പ്രദേശമാണ് ഇവിടം. ആവശ്യത്തിന് സ്കൂളുകളോ ആശുപത്രികളോ ഇവിടെയില്ല. കടുത്ത അടിച്ചമർത്തലാണ് ജനങ്ങൾ അനുഭവിക്കുന്നത്. സൈന്യത്തിൻ്റെ ചെക്ക് പോസ്റ്റുകളും പ്രവിശ്യയിൽ ഉടനീളമുള്ള സൈന്യത്തിൻ്റെ സജീവ സാന്നിധ്യവും ബലൂച്ച് ജനതയെ വീർപ്പുമുട്ടിക്കുന്നു. ബലൂചിസ്ഥാൻ സംഘർഷത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയാണ് കുറ്റപ്പെടുത്തുന്നത്. BLA ഇന്ത്യയുടെ പ്രോക്സി സംഘടനയായാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത്. തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല ഈ ആരോപണം. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് പാകിസ്ഥാൻ ഉയർത്തുന്നത്. പ്രദേശത്തിൻ്റെ യഥാർത്ഥ വിഷയത്തെ അഭിസംബോധന ചെയ്യുന്നതിൽ പാകിസ്ഥാൻ പരാജയപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ബലൂച്ച് ജനതയുടെ യഥാർത്ഥ പ്രശ്നം അവരെ അവഗണിക്കുന്നു, അവരെ മാർജിനലൈസ് ചെയ്യുന്നു എന്നതാണ്. പാകിസ്ഥാൻ്റെ ഈ സമീപനത്തിനെതിരെയാണ് ബലൂച്ച് ജനത പോരാടുന്നത്.